ഉസ്താദേ, മക്കള് നന്നാകാൻ ദുആ ചെയ്യണം. എന്റെ മക്കള് സ്വാലിഹീങ്ങളാകാൻ, ഹാഫിളീങ്ങളാകാൻ, ആലിമീങ്ങളാകാൻ, എന്റെ മക്കളുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് മാതാപിതാക്കള് പറയുമ്പോ, ഉമ്മാ, സ്വാലിഹത്തായ മക്കളെ വെറുതെ കിട്ടൂല. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ വെറുതെ കിട്ടൂല. അതിനൊരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് പരിശ്രമമുണ്ട്. ആ പരിശ്രമത്തിലൂടെ മാത്രമേ നിന്റെ മക്കളെ നിനക്ക് കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന മക്കളാകൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മക്കളെന്ന് പറഞ്ഞ അല്ലാഹു തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ്. ആ മക്കളിലൂടെ നിനക്ക് വലിയ സന്തോഷമുണ്ടാകുമടോ. മക്കളിലൂടെ നിനക്ക് ഇസ്സത്തുണ്ടാവുകയാ, മക്കളിലൂടെ നിനക്ക് ഇസ്സത്തുണ്ടാവുകയാ. അതേ ഖുർആനിൽ അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുകയാ, മക്കള് നിനക്ക് ഫിത്നയാണ്, മക്കള് നിനക്ക് നാശമാണ്. ഈ സദസ്സിലിരിക്കുന്ന പലരും മക്കള് കാരണം കരയുകയാണ്, മക്കള് കാരണം തലകുനിക്കുകയാണ്, മക്കള് കാരണം നാണം കെടുകയാണ്. മക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിൽ പോണോ? സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പിതാവിന്റെ കൈപിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന മക്കളാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നല്ല മക്കളെ കിട്ടുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പിതാവ് തന്റെ മകനെ പിടിച്ചു കൊണ്ടുവരികയാണ്. തങ്ങന്മാരുടെയും ഉസ്താദന്മാരുടെയും മുമ്പിലേക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഉപദേശിക്കാൻ പറയുമല്ലോ. ഇതുപോലെ ഖലീഫയായ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പിതാവ് തന്റെ മകനുമായി കടന്നു വരികയാണ്. യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ, ഇവനെ ഉപദേശിക്കണം തങ്ങളെ. ഇവൻ എന്നെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, എനിക്ക് നൽകേണ്ട സ്ഥാനം നൽകുന്നില്ല, ഇവൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഇവന്റെ സ്വഭാവം മോശമാണ് തങ്ങള്. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ ഉപദേശിക്കണം. ഇവന്റെ പ്രായം കുറഞ്ഞവരോട് ഇവന് കരുണ കാണിക്കുന്നില്ല. തന്റെ പൊന്നാര മകന്റെ പോരായ്മകൾ മുഴുവനും ഖലീഫയായ ഉമർ തങ്ങളോട് പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാ, ഇവനെ ഉപദേശിച്ച് നന്നാക്കണം. ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകന്റെ കൈ പിടിച്ചുകൊണ്ട് പിതാവ് ചെന്നിട്ട് പരാതി പറയുമ്പോ ഉമർ തങ്ങളെ അവൻ അടുത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ്. മോനെ, നീ നിന്റെ മാതാപിതാക്കളെ ആദരിക്കണം, നീ അവരെ ബഹുമാനിക്കണം, അവരുടെ പൊരുത്തം നിനക്ക് വേണം. അവരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. അവരുടെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഉമ്മാനെ കുറിച്ച്, ഉപ്പാനെ കുറിച്ച്, മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമകളെ കുറിച്ച് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. മോനെ, നീ അവരുടെ മുന്നിലൂടെ നടക്കരുത്, അവരുടെ മുമ്പിൽ ഇരിക്കരുത്, അവരോട് കയർത്ത് സംസാരിക്കരുത്. ഉമർ തങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ആ ചെറിയ മകൻ നിന്ന് സമാധാനത്തോടെ സമയോടുകൂടി നിന്ന് കേൾക്കുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞത് മുഴുവനും കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വാപ്പയ്ക്ക് വലിയ സന്തോഷമായി. അല്ലാഹുവേ, എന്റെ പൊന്നുമകൻ നേരെയായല്ലോ, എന്റെ പൊന്നുമോൻ നന്നായല്ലോ. പിതാവിന് വലിയ സന്തോഷമായി. അവസാനം ഉമർ തങ്ങളുടെ മുമ്പിൽ നിന്ന് ആ മകന്റെ കൈ പിടിച്ചുകൊണ്ട് തിരിച്ച് ഇറങ്ങി പോകാൻ നോക്കുമ്പോ, അവിടുന്ന് തിരിച്ചിറങ്ങി പോകാൻ നോക്കുമ്പോ ഈ പൊന്നുമകൻ ഉമർ തങ്ങളോട് ചോദിക്കുകയാണ്, ഉമർ തങ്ങളെ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്, എനിക്ക് അങ്ങയോടൊരു സംശയം ചോദിക്കാനുണ്ട്. ഉമർ തങ്ങൾ ചോദിച്ചു, മോനെ, നിന്റെ സംശയം എന്താ? നിനക്കെന്താണ് അറിയേണ്ടത്? ആ സമയത്ത് ആ മകൻ ഉമർ തങ്ങളോട് ചോദിക്കുകയാ, ഉമർ തങ്ങളെ, ഇത്രയും നേരം നിങ്ങൾ എന്നെ ഉപദേശിച്ചല്ലോ. എനിക്കെന്റെ ഉപ്പാനോടുള്ള കടമ, എനിക്കെന്റെ ഉമ്മയോടുള്ള കടമ, എനിക്കെന്റെ മാതാപിതാക്കളോട് ഒരുപാട് കടമകളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എല്ലാം ഞാൻ സമ്മതിച്ചു, എല്ലാം ഞാൻ അംഗീകരിച്ചു. എങ്കിൽ ഉമർ തങ്ങളെ,
തങ്ങളെ, എന്റെ വാപ്പായിക്ക് എന്നോട് വല്ല കടമയുമുണ്ടോ? മാതാപിതാക്കളോട് മക്കൾക്ക് ചില കടമകളുണ്ട്. എവിടെ പോയാലും ഇത് തന്നെയാ കേൾക്കുന്നത്. മദ്രസയിൽ പോയാലും, വഅദിന് പോയാലും, ജുമഅയ്ക്ക് പോയാലും, എവിടെ പോയാലും ഉപ്പാനെ ബഹുമാനിക്കണം, ആദരിക്കണം. ഉമ്മയുടെ മുമ്പിൽ കയർക്കരുത്, ഉമ്മയെ വേദനിപ്പിക്കരുത്. കടമകളും കടപ്പാടുകളും കേൾക്കുമല്ലോ. എങ്കിലീ മകൻ ചോദിക്കുകയാ, ഉമർ തങ്ങളെ, മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുമുണ്ടോ? ഈ കുട്ടിയോട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, വാപ്പാനെ ബഹുമാനിക്കണം, ആദരിക്കണം, പറയുന്നതനുസരിക്കണം, കയർത്ത് സംസാരിക്കരുത്. അവരുടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം, ഇവരുടെ പൊരുത്തമുണ്ടെങ്കിലേ പോകാൻ പറ്റൂ. ഇവര് ദുആ ചെയ്താ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. തിരിച്ചു പോകാൻ സമയമായപ്പോ ഈ കുട്ടി ചോദിച്ചു, എന്റെ വാപ്പായിക്ക് എന്നോട് വല്ല കടമയുണ്ടോ? മക്കൾക്ക് മാതാപിതാക്കളോട് കടമയുള്ളതുപോലെ മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുമുണ്ടോ? ഉമർ തങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടു പോയി. കാരണം വല്ലാത്ത ഒരു ചോദ്യമായി കുട്ടി ചോദിച്ചത്. ഉമർ തങ്ങൾ ആ മകനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് നിന്റെ വാപ്പാനോട് കടമയുള്ളതുപോലെ വാപ്പയ്ക്ക് നിന്നോടും ചില കടമയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയുകയാ, ഈ പറയുന്ന കടമ നിങ്ങൾ ആരെങ്കിലും പാലിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളുടെ കൈ പിടിച്ച് നിനക്ക് സ്വർഗത്തിൽ പോകാം. ഈ പറയുന്ന കടമകൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾ നിന്നെ ഒരിക്കലും നാണം കെടുത്തൂല. ആ മക്കളുടെ കൈ പിടിച്ച് നിനക്ക് സ്വർഗത്തിൽ പോകാം. പാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതപ്പോ രാമീനിന്റെ പവറില്ല. കാരണം ഇന്ന് നമുക്കിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ? സാധാരണ വഴുതിനു മുമ്പ് കുട്ടികൾക്കല്ലേ കൊടുക്കുന്നേ. ഇന്ന് ഉപ്പമാർക്കും ഉമ്മമാർക്കും മക്കളെ കുറ്റം പറയുന്ന മാതാപിതാക്കൾക്കാണ് ഇന്നത്തെ വഴുത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മക്കളെ കുറ്റം പറയുന്ന മാതാപിതാക്കൾ പഠിക്കുക. ഈ പറയുന്ന കടമകൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന കടമകൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ ഇനിയെങ്കിലും പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്ക ആമീൻ പറ. അള്ളാഹുവെ, ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയം ഷഹാദത്ത് കരിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇനി ഒരു ആമീൻ പറഞ്ഞേ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ കടമ, ഒരു വാപ്പയ്ക്ക് തന്റെ മകനോടുള്ള, ഒരു ഉപ്പാന് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, മോനെ, നിന്റെ വാപ്പയ്ക്ക് നിന്നോടുള്ള ഒന്നാമത്തെ കടമ നിനക്ക് നല്ല ഒരു ഉമ്മയെ തരൽ വാപ്പയുടെ കടമയാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നബിതങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ, ആ മക്കൾക്ക് അള്ളാനെ പേടിയുള്ള ഒരു ഉമ്മാനെ വേണം കൊടുക്കാൻ. 5 നേരം നിസ്കരിക്കുന്ന പടച്ച റബ്ബിന് പേടിയുള്ള ഒരു പെണ്ണിനെ വേണം മക്കൾക്ക് ഉമ്മയായിട്ട് കൊടുക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ ഉമ്മ ആരാന്ന്? ഈ ചെറിയ മകനോട് ചോദിച്ചു, നിന്റെ ഉമ്മ ആരാ? ആ മോൻ ഉമർ തങ്ങളോട് പറഞ്ഞ മറുപടി, വീട്ടിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ട്, വാപ്പ എവിടുന്നോ അടിച്ചുകൊണ്ട് വന്നതാ, മുസ്ലിം പോലുമല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ. ആ കുട്ടി പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതോ ഒരു അടിമപ്പെണ്ണ നിക്കാഹ് കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല, വാപ്പ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്റെ ഉമ്മയെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ എന്താ വിചാരിച്ചത് നല്ല മക്കളെ വെറുതെ കിട്ടുമെന്ന? ഒരിക്കലും ഇല്ല. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കാം. ഈ സ്റ്റേജിന്റെ മുമ്പിൽ ഒരു വാഴ വെച്ചു, ആ വാഴ കുലച്ചു. കുല ഇങ്ങനെ നോക്കുമ്പോ നല്ലതുപോലെ ഒരു കുലയായിട്ടില്ല. ഉടനെ നേരെ ശ്രീകണ്ഠപുരത്ത് പോയിട്ട് ഒരു ചാക്ക് വളം കൊണ്ടുവന്നിട്ട് വാഴയുടെ ചുവട്ടിൽ രാവിലെയും വൈകിട്ടും വളമിടുന്നുണ്ട്, വെള്ളമൊഴിക്കുന്നുണ്ട്. ഈ കൊലച്ച കൊല നല്ലതുപോലെ നേരെയാകുമോ? എന്താ പാവോ? ആകോ? ഇല്ല. എന്തുകൊണ്ട്? അപ്പൊ എന്തായിരുന്നു ആദ്യം ചെയ്യേണ്ടത്?
ആദ്യം ചെയ്യേണ്ട എന്തായിരുന്നു? നിങ്ങൾ എന്താ ഇപ്പൊ വെടി കൊണ്ടുപോലെ ഇരിക്കണം പറ. ആദ്യം വളവിടണം. പിന്നെ ഇവിടെ കർഷകന്മാരൊന്നും ഇല്ല ഹതീബ്. എന്താ കർഷകന്മാരൊക്കെ പുറകിരിക്കുന്നുണ്ട്. ആദ്യം എന്തായിരുന്നു ഇപ്പൊ ചെയ്യണ്ടേ? നല്ല വിത്ത് വാങ്ങിച്ചു വെക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടാ? എന്താ സെക്രട്ടറി, നിങ്ങൾ പ്രസിഡന്റാ? നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് അല്ലേ? ഇല്ല, എന്തായിരുന്നു ആദ്യം ചെയ്യേണ്ടത്? നല്ല കർഷകന്മാരില്ല, അതാ പഠിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദ്യം ചെയ്യേണ്ടത് വിത്ത് വാങ്ങലോ വളം വാങ്ങലോ വെള്ളം വാങ്ങലോ അല്ല. എടാ, ഇവിടെ വാഴ വെച്ചാ കിളിക്കുമെന്ന് നോക്കണം. കർഷകന് മണ്ണ് കണ്ടാ അറിയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മണ്ണ് കണ്ടാൽ അറിയാം, വളക്കൂറുള്ള മണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ കർഷകന് മണ്ണ് കണ്ടാൽ അറിയാം. ഉദാഹരണം എന്തിനാണ് പറഞ്ഞതെന്നറിയോ? നല്ല മക്കളെ വെറുതെ കിട്ടൂല. നല്ല മക്കളെ വെറുതെ കിട്ടൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിന്റെ ഭാര്യ ആരാണെന്നറിയുമോ? നിന്റെ കൃഷിയിടമാണ്. നിസാഉകും ഹർസുൽ ലക്കും വഅതു ഹർസകും. നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. മോനെ, നല്ല കൃഷിയിടത്തിൽ വിത്തിട്ടാലേ നല്ല വിളവ് കിട്ടൂ. പച്ച മലയാളത്തിൽ പറഞ്ഞ, ഒരു നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ വളരാറുള്ളൂ. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അല്ലാഹുവിനെ പേടിയുള്ള 5 നേരം നിസ്കരിക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കുമാണ് നല്ല മക്കളെ കിട്ടുന്നത്. അവരുടെ കയ്യിൽ മക്കളെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ കൊരങ്ങന്റെ കയ്യിൽ മാല കിട്ടിയതുപോലെയാണ്. നല്ല ഉപ്പയ്ക്കും ഉമ്മയ്ക്കാണ് നല്ല മക്കള് വളരുന്നത്. നിങ്ങൾക്ക് ചരിത്രമെടുത്ത് നോക്കാം. അല്ലാഹുവേ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രമെടുക്കൂ. ഉമ്മമാര് വളർത്തിയ ഒരുപാട് മക്കളെ കാണാ. ഉമ്മമാര് വളർത്തിയ ഒരുപാട് മക്കളെ കാണാ. പടച്ചവനെ, സ്വഹാബത്തില്, താബിഈങ്ങളില്, തബഉ താബിഈങ്ങളില്, ഇമാമുമാരില്, ഔലിയാക്കന്മാരില്, സയ്യിദന്മാരില്, പണ്ഡിതന്മാരില്. എന്തിനാ നിങ്ങളുടെ നാട്ടില് നിങ്ങൾ നല്ലവരെന്ന് പറയുന്നവരില്ലേ? ഇവരുടെ ഉപ്പയാരായിരുന്നടോ? ഇവരുടെ ഉമ്മയാരായിരുന്നടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. എത്രയോ ചരിത്രങ്ങൾ വേണം. എത്ര ചരിത്രങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്? പടച്ചവനെ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടാ.